ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ഞങ്ങളുടെ ഒരു പഴയ ടെസ്റ്റ് ഡ്രൈവ് റൂട്ടാണ്. ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഓരോ കംപ്ലയിൻറ്റ്സ് കണ്ടുപിടിക്കാനും സൗണ്ടൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കാനൊക്കെ വന്നുകൊണ്ടിരുന്ന റൂട്ട്സാണ്. കയറ്റം കയറുന്ന സമയത്തും നല്ല സ്പീഡിലൊക്കെ പോകാൻ വേണ്ട ആ റോഡും എല്ലാം എടുത്തുകൊണ്ടിരുന്ന ഒരു വഴിയാണ്. ആ റോഡിൽ തന്നെ ഇപ്പോഴും എനിക്ക് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് പഴയ നൊസ്റ്റാൾജി ഇങ്ങനെ കയറി വരിക കേട്ടോ. നിങ്ങളിൽ ആരെങ്കിലും ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ബസാൾട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ബ്രേക്ക് പെഡൽ വൈബ്രേറ്റ് ചെയ്യുന്നു, ഫ്രണ്ടിൽ നിന്നൊരു വൈബ്രേഷൻ സൗണ്ട് എൻ്റെ വാഹനത്തിലുണ്ടെന്നൊക്കെ, അത് ശരിക്കും ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. ഇന്നിപ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ള നമ്മുടെ സിട്രോണിൻ്റെ ബസാൾട്ടാണ്. ഏതായാലും ഈ ഒരു വാഹനം അധികം ഒന്നും റോഡിൽ കണ്ടിട്ടില്ലാത്തതുകൊണ്ട് പലർക്കും ഇതേതാണ് വാഹനം എന്നുള്ളൊരു സംശയം തോന്നാറുണ്ട്. ഏതായാലും ഈ വാഹനത്തിൻ്റെ ബാക്ക് സൈഡിൽ തന്നെ ഞാൻ തുടങ്ങുന്നതിൽ വലിയ കാര്യങ്ങളുണ്ട്. വേറൊന്നും കൊണ്ടല്ല, ഇതൊരു സെഡാൻ വാഹനമാണ് എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ ചോദിക്കും ഇതാണോ ഒരു സെഡാൻ എന്നൊരു ചോദ്യം ഉറപ്പായിട്ടും വരും. ഇതൊരു സെഡാൻ അല്ല, എന്നാൽ ഇതൊരു കൂപ്പേ ഡിസൈൻ എന്ന് പറയാം. പക്ഷേ ശരിക്കും ഇതൊരു കൂപ്പേ ഡിസൈൻ ആണോ? നിങ്ങൾക്കും ആ ഒരു കാര്യത്തിൽ ഒരു നല്ല ഡൗട്ട് തോന്നും. അത് വേറൊന്നും കൊണ്ടല്ല, ശരിക്കും പറഞ്ഞാൽ ഇതൊരു നോച്ച് ബാക്ക് പോലെ തന്നെയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. കാരണം നോച്ച് ബാക്ക് കുറച്ച് പേർക്കെങ്കിലും അറിയാമായിരിക്കും. ഇതിപ്പം ഞാൻ ബൂട്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഫുള്ളായിട്ട് ഗ്ലാസ് ഉൾപ്പെടെയാണ് ഇത് ഓപ്പൺ ആകുന്നത്. ഇതുപോലത്തെ വേറെയും വാഹനങ്ങളുണ്ട്. എന്നാൽ കമ്പനി ഇതിനെ വിശേഷിപ്പിക്കുന്നത് കൂപ്പേ ഡിസൈൻ എന്നാണ്. ഈ ഒരു വാഹനത്തിൻ്റെ വിശേഷമാണ് നമ്മളിന്ന് സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ MZ Explore. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഏതായാലും ഈ വാഹനത്തിൻ്റെ ഫ്രണ്ട് കാണുമ്പോഴത്തേക്കും ഒരു വെറൈറ്റി ആയിട്ട് വരെ നമുക്ക് തോന്നും. കാരണം നമ്മൾ പലപ്പോഴും ഈ ഒരു ടൈപ്പ് ഡിസൈൻ നമ്മൾ കണ്ടിട്ടില്ല. പ്രത്യേകിച്ച് ഈ ഒരു ലോഗോ നമുക്ക് അധികം ഫെമിലിയർ ആയിരിക്കത്തില്ല. സിട്രോൺ എന്ന് പറയുന്ന ഈ ഒരു ബ്രാൻഡ് 100 വർഷത്തിന് മുകളിൽ പഴക്കമുള്ളൊരു വാഹനം, അല്ലെങ്കിൽ ഒരു വാഹന നിർമ്മാതാക്കളാണ്. പക്ഷേ നമുക്ക് ഈ ഒരു മോഡൽ ഫെമിലിയർ അല്ലാത്ത ഈ ഒരു വാഹനം ശരിക്കും ഇന്ത്യയിലോട്ട് വന്നിട്ട് അധികം ആകാത്തതുകൊണ്ടാണ്. ഈ ഒരു വാഹനത്തിൻ്റെ ഒരു പെർഫോമൻസും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്രയും ഗുമ്മ് ഞാൻ പറയത്തില്ല, പക്ഷേ ഒരു ഓക്കെ ഫീൽ തന്നെയാണ്. പല കാര്യത്തിലും ഇവർ നല്ല രീതിയിൽ നിന്നും പറയാം, ചില കാര്യങ്ങളിൽ മാറ്റം വരുത്തണമെന്നും പറയാം. ആ കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നതായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് ഏതെങ്കിലും തുടങ്ങാം. ഈ ഒരു പോർഷൻ, അതായത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന പോലെ ഇവിടെ 2 DRL കാണാൻ സാധിക്കും. അതായത് മേളിൽ നിന്നൊരു DRL, താഴെ ഒരു DRL, ഒരു ഹെഡ്ലൈറ്റ് യൂണിറ്റ്. പക്ഷേ ഇവിടെ ഈ 2 കണക്റ്റിംഗ് ലൈൻസ് ഈ ഒരു ലോഗോ, അതായത് സിട്രോണിൻ്റെ ലോഗോ വഴി കയറിയുള്ള ഈ കണക്ഷൻ കോമൺ ആണ്. ഇവരുടെ എല്ലാ വാഹനങ്ങളും നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നത് ഒരു കോമൺ ഇൻ്റഗ്രേറ്റഡ് ഗ്രില്ല് പോലെ തന്നെയാണ് ഈ 2 ലൈൻസ് വരുന്ന ഒരു ഡാർക്ക് ക്രോമിൻ്റെ ഒരു ഫീലാണ് നമുക്കിവിടെ കിട്ടുന്നത്. 2 DRLs നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഹെഡ്ലൈറ്റ് വരുന്ന പ്രൊജക്ടർ LED ടൈപ്പ് ഹെഡ്ലൈറ്റ് തന്നെയാണ് നമുക്കിവിടെ കിട്ടുന്നത്. അത് കഴിഞ്ഞ് നേരെ താഴെ ഫോഗ് ലാമ്പ് ടോപ്പ് ആൻഡ് വേരിയൻറ്റ് മാത്രം കിട്ടുന്നുള്ളൂ. പിന്നെ നിങ്ങൾ ഈ കാണുന്ന ഒരു പോർഷൻ കൂടെ ഒന്ന് ശ്രദ്ധിച്ചോളൂ. പല സ്ഥലത്തും നമുക്ക് ഈ ഒരു ഇൻസേർട്ട് കാണാൻ സാധിക്കും. ചിലതിൽ റെഡ് ഇൻസേർട്ട്സ് ആണ് വരുന്നത്, ചിലതിലൊരു ഗോൾഡൻ ടച്ച് വരുന്നൊരു ഇൻസേർട്ടാണ്. അത് കഴിയുമ്പോഴത്തേക്കും ഒരു നോർമൽ ഒരു ക്ലാഡിങ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ബമ്പേഴ്സിൻ്റെ മേളിൽ വരുന്ന ഈ ഗ്രില്ല് നമുക്ക് കാണാൻ സാധിക്കും. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഗ്രില്ലിൻ്റെയൊക്കെ ഷേപ്പ് നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. ഇത് പലയിടത്തും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് മാത്രമല്ല നമുക്ക് ഇതിലെ കാണാൻ സാധിക്കുന്ന കണ്ടൻസർ അസംബ്ലിയും ഇൻ്റർകൂളറുമാണ്. അപ്പോൾ ഇൻ്റർകൂളർ വരുമ്പോൾ നമുക്ക് ഉറപ്പായി ഈ വാഹനം ഒരു ടെർബോ ചാർജഡ് എഞ്ചിനാണ്. ടെർബോ ചാർജഡ് 1.2 ലിറ്റർ എഞ്ചിനാണ് നമുക്കിവിടെ കിട്ടുന്നത്. അതൊരു 3 സിലിണ്ടർ എഞ്ചിനാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്കിനി സൈഡിലത്തെ കാഴ്ചകൾ നോക്കാം. സൈഡിലത്തെ കാഴ്ചകൾ കാണുമ്പോൾ നമുക്ക് ഈ ഫെൻഡർ തൊട്ട് തുടങ്ങാം. ഇതിൻ്റെ ഷേപ്പ് വന്ന് കയറുന്ന ആ ഒരു കട്ടിങ് എഡ്ജസും കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരു വലിയൊരു ക്ലാഡിങ്ങും അതിനകത്ത് വരുന്ന ടയർ സൈസ്, അതായത് 205/60R16 ആണ് ഈ ഒരു ടയർ സൈസ് വരുന്നത്. ഡയമണ്ട് കട്ട് അലോയ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. സിട്രോണിൻ്റെ ലോഗോയും ഇതിൻ്റെ സെൻറ്ററിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ സൈഡിലോട്ട് പോകുന്ന സമയത്ത് ഈ ഒരു പോർഷൻ താഴോട്ട്, അതായത് റണ്ണിംഗ് ബോർഡിൻ്റെ പോർഷൻ ഫുള്ള് നമ്മുടെ ഒരു ഫൈബർ പീസ് പോലെ തന്നെ അങ്ങ് അറ്റം വരെ പോകാണ്. ഡോർ ഗാർഡ്സും നമുക്ക് അതിൻ്റെ കൂടുതലൊരു സിൽവർ ഫിനിഷ്, ഇവിടെ ഒരു സിൽവർ ഫിനിഷിൻ്റെ ചെറിയൊരു പീസും കൂടെ നമുക്കിവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ മിററിൻ്റെ കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഓട്ടോ ഫോൾഡിങ്, അതായത് ലോക്ക് ചെയ്യുമ്പോഴത്തേക്കും ഫോൾഡിങ് വരുന്നതും ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിളും അതുപോലെ തന്നെ ഇൻഡിക്കേറ്റർ ഇൻ്റഗ്രേറ്റ് ചെയ്ത് വരുന്നൊരു മിററാണ്. 360 ഡിഗ്രി ഒന്നും ഇല്ല കേട്ടോ, അതൊന്നും ആരും പ്രതീക്ഷിച്ചെടുക്കരുത്. സാധനം ഒന്നും വന്നിട്ടില്ല ഇതുവരെ. അതുപോലെ നമുക്കൊരു നെഗറ്റീവ് സൈഡ് എടുത്ത് പറയാനുള്ളൊരു കാര്യം, ഈ ഒരു ഫ്ലാറ്റ് ഡോർ ഹാൻഡിലാണ് ഔട്ട്ഡേറ്റഡ് ആയിപ്പോയി. അപ്പം ഇതൊക്കെ ഒന്ന് മാറി തുടങ്ങേണ്ട കാലം കഴിഞ്ഞു. പക്ഷേ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ്സിൽ മാത്രമേ ഉള്ളൂ എനിക്ക് തോന്നുന്നു ഇപ്പോഴും ഈ ഒരു മോഡലൊക്കെ വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ വേറെ പല മോഡൽസും നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം ഈ ഒരു ടൈപ്പ് അല്ല വരുന്നത്. ഇന്ത്യയിൽ മാത്രം ഈ ഒരു ടൈപ്പ് നമുക്ക് വരുന്നുള്ളൂ. അതുപോലെ തന്നെ ഇവിടെ ഈ ബ്ലാക്ക് ഇൻസേർട്ട്സ് ഒക്കെ ശരിക്കും സ്റ്റിക്കറാണ് വരുന്നത്. സ്റ്റിക്കർ മാത്രമാണ് ഇത്. ഈ ബ്ലാക്ക്, ഈ സെൻറ്റർ പില്ലറിൽ വരുന്ന ബ്ലാക്ക്, ഇതെല്ലാം നമുക്ക് സിട്രോണിൽ കിട്ടുന്നത്. അതുപോലെ തന്നെ റൂഫിൽ നമുക്ക് കാണാൻ സാധിക്കും ബ്ലാക്ക് വരുന്നുണ്ട്. അതായത് ഇതൊരു ഡ്യുവൽ ടോൺ കളറാണ് വരുന്നത്. ബ്ലാക്ക് മേളിൽ നമുക്ക് ഫുള്ള് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇനി സൈഡിലോട്ട് വരുന്ന സമയത്ത് ഡോർ ഹാൻഡിൽസും കാര്യങ്ങളൊക്കെ സെയിം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു കൂപ്പേ ഡിസൈൻ, അതായത് ഈ ഒരു ഫ്ലാറ്റ് ഡിസൈൻ, അതായത് ഇങ്ങനെ ചെരിഞ്ഞിറങ്ങിയിരിക്കുന്ന ഈ ഒരു ഡിസൈൻ ഒന്ന് കവർ ചെയ്യാൻ വേണ്ടി ഇതിന് കോട്ടർ ഗ്ലാസോ കാര്യങ്ങളൊന്നുമില്ല. അതിന് പകരം ഒരു ചെറിയൊരു ഡിസൈനും കൊടുത്ത് ഈ ഒരു ലൈൻ നമ്മൾ ഫ്രണ്ടിൽ കണ്ടുപോലെ തന്നെ ഇവിടെ ഒരു ലൈനും കൂടെ കൊടുത്തിട്ടുണ്ട്. ഏതായാലും ഈ ഒരു ഡിസൈൻ വന്ന് അവസാനിക്കുമ്പോൾ അതിൻ്റെ 2 സൈഡിലെ, അതായത് റൈറ്റും ലെഫ്റ്റും ഈ ഒരു ടെയിൽ ലാമ്പ് കാണുമ്പോൾ ഒരു ജുവൽ ഡിസൈനിൽ തന്നെയാണ് അത് കൊടുത്തിരിക്കുന്നത്. 2 ചേംബർ പോലെ തന്നെയാണ് നമുക്കിവിടെ ഫീൽ ചെയ്യുന്നത്. അതിനകത്ത് തന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്ത്
റിവേഴ്സ് ലൈറ്റും പാർക്ക് ലൈറ്റും ഇൻഡിക്കേറ്റർ ലൈറ്റും ഇതിൽ തന്നെയാണ് ഇൻ്റഗ്രേറ്റ് ചെയ്ത് വരുന്നത്. നമുക്കിവിടെ ഒരു ചെറിയൊരു സ്പോയിലർ പോലെ അഥവാ ഒരു ലിപ്പ് പോലത്തെ ഒരു ഡിസൈൻ, ശരിക്കും ഇതൊരു സെഡാൻ്റെ സെയിം ഫീലാണ് നമുക്കിവിടെ കിട്ടുന്നത്. പക്ഷേ ഇതൊരു സെഡാൻ അല്ല, എന്നാൽ ആ ഒരു സെഡാൻ്റെ രീതിക്ക് നല്ല രീതിക്ക് ആ ബൂട്ട് പുറോട്ട് തള്ളിയിരിക്കുന്ന ആ ഒരു ഫീൽ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. സിട്രോണിൻ്റെ നല്ലൊരു ലോഗോയും കാണിക്കുന്നുണ്ട്. സിട്രോൺ എന്ന് എഴുതിയിട്ടുണ്ട്. അസാൾട്ടിൻ്റെ ലോഗോ നമുക്കിവിടെ കാണാൻ സാധിക്കും. പ്യുർ ടെക് 1.2 ലിറ്റർ ടർബോ ചാർജഡ് വാഹനത്തിനാണ് പ്യുർ ടെക് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ബൂട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ബൂട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം കാണാൻ സാധിക്കുന്ന 2 ലൈസൻസ് ലാമ്പ് കാണാൻ സാധിക്കും. LED തന്നെയാണ്. ഒരു റിവേഴ്സ് ക്യാമറ നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. ലോക്ക് യൂണിറ്റ് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ബൂട്ട് സ്പേസ് 470 ലിറ്ററാണ് ഇതിൻ്റെ ബൂട്ട് സ്പേസ് വരുന്നത്. എനിക്കിവിടെ ഇഷ്ടപ്പെട്ടൊരു കാര്യം ഞാനൊന്ന് കാണിച്ചു തരാം. ഇവിടെ LED ലൈറ്റാണ് വരുന്നത്. പല ടോപ്പ് വേരിയൻറ്റ് വാഹനത്തിൽ നമുക്ക് LED ലൈറ്റ് കിട്ടാത്ത സ്ഥാനത്താണ് നമുക്കവിടെ LED കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഹാങ് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും തൂക്കിയിടാനായിട്ട് അവിടെയും ഹാങ് ചെയ്യാൻ വേണ്ടി ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു കാര്യം. അത് കഴിഞ്ഞ് തൊട്ട് താഴെ 2 റിവേഴ്സ് പാർക്കിംഗ് സെൻസേഴ്സ്, അതും കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് 2 ആക്കിയിരിക്കുന്നത്. ഇവിടെ ഒരു സിൽവർ ഇൻസേർട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് നമുക്കിവിടെ കിട്ടുന്നത്. പിന്നെ താഴെ ചെറിയ 2 റിഫ്ലക്റ്റേഴ്സും കാണാം. അത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ നോക്കിയാൽ നമ്മൾ ഒരിക്കലും കാണത്തില്ല, ഹിഡൻ ആണ്. പക്ഷേ കുറച്ച് ബാക്കിലോട്ട് പോയി ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് നമുക്കതിൻ്റെ ലൈറ്റ് കാണാൻ സാധിക്കും. അതായത് ഒരു റിഫ്ലക്ടർ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് സ്പെയർ വീൽ വന്നിരിക്കുന്നത് 15 ഇഞ്ചാണ് നമുക്കിവിടെ കിട്ടുന്നത്. 185 65 R15 നമുക്കിവിടെ ടയർ സൈസ് കിട്ടുന്നത്. അതുപോലെ തന്നെ നല്ലൊരു പാർസൽ ട്രേയും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അത്യാവശ്യം നല്ല വൈഡാണ്. കാരണം ഇതിൻ്റെ ബാക്ക് അത്രയും ഏരിയ ഉള്ളതുകൊണ്ട് നമുക്ക് അത്യാവശ്യം നല്ല വലിയൊരു പാർസൽ ട്രേ തന്നെയാണ് അവിടെ കിട്ടുന്നത്. റിയർ ഡീഫോഗേഴ്സ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു ഷാർക്ക് ഫിൻ ആൻറ്റിനയുണ്ട്. ഇപ്പോൾ ഷാർക്ക് ഫിൻ ആൻറ്റിന കോമൺ ആണ്, അതുകൊണ്ട് ഞാനത് പ്രത്യേകിച്ച് എടുത്ത് പറയുന്നില്ല. അതും കാണാൻ സാധിക്കും. പിന്നെ 2 ഹിഞ്ച് വരുന്നതിൻ്റെ ഒരു ഹമ്പും നമുക്കിവിടെ കാണാൻ സാധിക്കും. നമുക്കിനി വാഹനത്തിനകത്തോട്ടൊന്ന് കയറാം. ആദ്യം തന്നെ നമ്മുടെ ഡോർ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഒരു ക്യൂട്ടായിട്ടുള്ള സ്വിച്ചസ് എല്ലാം കാണാൻ സാധിക്കുന്നുണ്ട്. ഏതായാലും കീ ഞാൻ ഓൺ ചെയ്ത് ഡ്രൈവർ സൈഡ് പ്രസ് ചെയ്തു. നമുക്കെല്ലാം 1 ടച്ച് വരുന്നുണ്ട്. 1 ടച്ച് ഡൗൺ വരുന്നുണ്ട്, പക്ഷേ 1 ടച്ച് അപ്പ് വരുന്നില്ല. 1 ടച്ച് ഡൗൺ സ്വിച്ചുകളാണ് എല്ലാം നമുക്ക് വരുന്നത്. അപ്പം അത് സെറ്റാണ്. അത് കഴിയുമ്പോഴത്തേക്ക് ഒരു ലോക്ക് അൺലോക്ക് നമുക്ക് സ്വിച്ചായിട്ട് വരുന്നില്ല. ഇവിടെ മാത്രം അങ്ങനെ ഒരു പ്രൊവിഷൻ കൊടുത്തിട്ടുള്ളൂ. സ്പീക്കേഴ്സ് നമുക്ക് കാണാൻ സാധിക്കും. അത്യാവശ്യം ഒരു ബോട്ടിൽ ഹോൾഡറും ചെറിയൊരു സ്പേസും നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇവിടെ ഒരു ബ്ലാക്ക് പിയാനോ ഫിനിഷ് ഇൻസേർട്ടും കൂടെ നമുക്കിവിടെ കാണാൻ സാധിക്കും. വാഹനത്തിലോട്ട് കയറുന്ന സമയത്ത് തന്നെ നമുക്ക് ഡ്രൈവർ സൈഡിലെ മാനുവലായിട്ട് തന്നെ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനും റിക്ലൈൻ അഡ്ജസ്റ്റ് ചെയ്യാനും ഒക്കെയുള്ള ഓപ്ഷൻ നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് വാഹനത്തിനകത്തോട്ട് വരുന്ന സമയത്ത് നമുക്കിവിടെ നല്ലൊരു AC വെൻ്റ് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരു ട്യൂട്ടർ കാണാൻ സാധിക്കും. സൈഡിലോട്ട് വരുമ്പോൾ നമ്മുടെ മിറർ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള സ്വിച്ച് കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. മിറർ ഫോൾഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ മിറർ വേണ്ട ഫോൾഡ് ആകുന്ന കാണാൻ സാധിക്കും. അത് കഴിയുമ്പോൾ മിറർ അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി നമുക്ക് വിൻഡോസ് ലോക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ലോക്ക് സ്വിച്ച് വരുന്നത് ഇവിടെയാണ്. ഓട്ടോ സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ച് നമുക്ക് വരുന്നത് ഇവിടെയാണ്. അത് കഴിഞ്ഞ് ഹെഡ്ലൈറ്റിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് മാനുവലായിട്ട്, അതായത് ഒരു കോസ്റ്റ് കട്ടിങ് നമുക്കിവിടെ വളരെ കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. കാരണം ഇലക്ട്രിക്കലായിട്ട് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ പ്രൈസ് കൂടുകയാണ് ചെയ്യുന്നത്. അത് വരാതിരിക്കാൻ വേണ്ടി മാനുവലായിട്ട് മെക്കാനിക്കൽ രീതിക്ക് നമുക്ക് ഒരു നോബ് കൊടുത്തിട്ട് ആ നോബ് തിരിച്ചാണ് ഇത് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. നമുക്ക് സിട്രോണിൻ്റെ കീ വരുന്ന ഈ ഒരു ടൈപ്പാണ്. ഇതൊരു ഫ്ലിപ്പ് ടൈപ്പ് കീ ആണ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ലോക്ക് അൺലോക്ക് മാത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സിട്രോണിൻ്റെ ഒരു ലോഗോ നമുക്കിവിടെ ബാക്കിൽ കാണാൻ സാധിക്കും. ഏതായാലും വലിയ കുഴപ്പമില്ലാത്ത ഒരു നോർമൽ കീ എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. സ്റ്റാർട്ട് സ്റ്റോപ്പ് സിസ്റ്റം ആ ഒരു ഫംഗ്ഷൻ വേണ്ടെങ്കിൽ നമുക്കിത് ഓഫ് ചെയ്തിടാൻ സാധിക്കും. നമ്മുടെ ക്ലസ്റ്റർ മീറ്ററിൽ അത് കാണിക്കുന്നതായിരിക്കും. അത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് റൈറ്റ് സൈഡിലോട്ട് വരുമ്പോൾ നമുക്ക് ലൈറ്റ്സിൻ്റെ കൺട്രോൾ കാണാൻ സാധിക്കും. പാർക്ക് ഓണ്, ഹെഡ്ലൈറ്റ് ഓണ്, ഹൈ ലോ നമുക്കിവിടെ മീറ്ററിലും വളരെ വ്യക്തമായിട്ട് കാണിക്കുന്നതാണ്. പിന്നെ ഇത് ഫോഗ് ലാമ്പിൻ്റെ സ്വിച്ചാണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് വരുമ്പോൾ ഈ മീറ്റർ ഒന്ന് കാണാൻ സാധിക്കും. ഒരു ഫുള്ളി ഡിജിറ്റൽ ക്ലസ്റ്റർ മീറ്ററാണ് നമുക്കിവിടെ കിട്ടുന്നത്. അതൊരു TFT സ്ക്രീനാണ്. 7 ഇഞ്ചിൻ്റെ TFT സ്ക്രീനാണ് നമുക്കിവിടെ കിട്ടുന്നത്. എല്ലാ കാര്യങ്ങളും അതിനകത്ത് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാൻ സാധിക്കും. ഇപ്പോൾ ഞാനൊരു 12.6 കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട്. 7.5 കിലോമീറ്റർ മൈലേജ് കിട്ടിയിട്ടുള്ളത് വേറൊന്നും കൊണ്ടല്ല, ഞാൻ ഓടിച്ചൊരു രീതി കൊണ്ടാണ്. കാരണം ഇതൊരു ടർബോ ഉള്ള വാഹനമായിട്ട് കാല് കൊടുത്ത് നല്ല രീതിക്ക് അതിൻ്റെ പെർഫോമൻസ് അറിയാൻ വേണ്ടിയിട്ടാണ് ഓടിച്ച്. ഏകദേശം സ്പീഡ് 18ഒക്കെയാണ് കാണിച്ചിരിക്കുന്നത്. അതിന് മേളിൽ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഫ്യൂവൽ ഇതിനകത്തുള്ള റേഞ്ച് വെച്ച് 157 കിലോമീറ്റർ ഓടിക്കാൻ സാധിക്കും. ഇതൊരു 16,912 കിലോമീറ്റർ ഓടിയൊരു വാഹനമാണ്. നമുക്കിതിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ഈ സ്റ്റിയറിംഗ് വീലെ തന്നെ സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ സ്റ്റിയറിംഗ് വീലിനെ കുറിച്ച് ജസ്റ്റ് നമുക്കൊന്ന് പറഞ്ഞു പോകാം. റൈറ്റ് സൈഡിലാണ് ഇതിൻ്റെ വോളിയം കൺട്രോളും കാര്യങ്ങളൊക്കെ വരുന്നത്. കോൾ എടുക്കാനും കോൾ കട്ട് ചെയ്യാനൊക്കെ ഉള്ള ഓപ്ഷൻ ഇവിടെയാണ്. അതുപോലെ തന്നെ നെക്സ്റ്റ് ബട്ടൺ ഇവിടെ തന്നെയാണ് വരുന്നത്. സോഴ്സ്, മൈക്ക്, ഇത്രയും കാര്യങ്ങളോട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് മെനു കാണാൻ സാധിക്കും. നമുക്ക് ഈ കാണുന്ന ക്ലസ്റ്റർ മീറ്ററിന്റെ എല്ലാ സെറ്റിംഗ്സും നമുക്ക് ഈ ഒരു പോർഷനിലാണ് വരുന്നത്. നമുക്ക് മെനു എടുത്തു കഴിഞ്ഞാൽ വെഹിക്കിളിന്റെ സെറ്റിംഗ്സ്
യൂസർ സെറ്റിങ്സ് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അതിൻ്റെ മെയിൻറ്റെയിൻ ഷെഡ്യൂളും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. അങ്ങനെ വലിയൊരു സംഭവം ഉണ്ടെന്ന് ഞാൻ പറയത്തില്ല. ജസ്റ്റ് അത്യാവശ്യം നമുക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം അതിനകത്ത് മെയിനായിട്ട് കൊടുത്തിട്ടുള്ളൂ. അത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ തൊട്ട് താഴെയായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു സ്ക്വയർ ഷേപ്പ് ഇത് പലയിടത്തും നമുക്ക് കാണാൻ സാധിക്കും. സിട്രോണിൻ്റെ ഒരു നല്ല ലോഗോ ഇവിടെ കാണാൻ സാധിക്കും. ഏതായാലും സ്റ്റിയറിംഗ് വീലും ഫ്ലാറ്റ് ബോട്ടം എന്നും നമുക്ക് പറയാൻ സാധിക്കും. ചെറിയൊരു ഫ്ലാറ്റ് ബോട്ടമാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് ലെഫ്റ്റിലോട്ട് വരുമ്പോഴത്തേക്കും ഒരു വലിയ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം കാണാൻ സാധിക്കും. 10.23 ഇഞ്ചിൻ്റെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റമാണ് നമുക്കിവിടെ വരുന്നത്. ഒരു ഗുമ്മ് പറയാനില്ല, എന്നാൽ ഒരു ഓക്കെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റമാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇതിനകത്ത് ആൻഡ്രോയിഡ് ഓട്ടോയും ആപ്പിൾ കാർ പ്ലേയും നമുക്ക് വയർലെസ് ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട്. അതൊരു ഹൈലൈറ്റ് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ സൈഡിലെ AC വെൻറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഏതായാലും ഇത് കിടുവാണ്, സംഗതി അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഒരു വെറൈറ്റി ഡിസൈൻ തന്നെയാണ്. അത് കഴിഞ്ഞ് താഴോട്ട് വരുന്ന സമയത്ത് നമുക്ക് 14 ഡിഗ്രി സെൽഷ്യസ്, നിങ്ങൾ ശ്രദ്ധിച്ചോണം, പല വാഹനങ്ങളും നമ്മൾ 17 കഴിഞ്ഞാൽ പിന്നെ 0 ആണ് കാണുന്നത്. ഇവിടെ നമുക്ക് 14 കഴിഞ്ഞിട്ടാണ് പിന്നെ ലോ വരുന്നത്. അതൊരു അടിപൊളി കാര്യം തന്നെയാണ്. പിന്നെ നമ്മുടെ ഏതൊരു പൊസിഷനിലോട്ട് എയർ വരണമെന്നുള്ള കൺട്രോൾ ചെയ്യുന്നത്, ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് സർക്കുലേഷൻ, ഫാനിൻ്റെ സ്പീഡ്, ഇത്രയും കാര്യങ്ങൾ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഓട്ടോ വേണമെങ്കിൽ ഓട്ടോ ആക്കാൻ സാധിക്കും. പിന്നെ നമ്മുടെ ഡീഫോഗേഴ്സ് നമുക്ക് ഓൺ ചെയ്യാൻ സാധിക്കും. AC മാക്സ് കൂൾ ഇട്ട് കഴിഞ്ഞാൽ ഏറ്റവും കൂളാവും, എത്രയും പെട്ടെന്ന് തന്നെ കൂളാവുന്നതായിരിക്കും ഡീഫോഗർ ഫ്രണ്ട് വരുന്നത്. ഇനിയിപ്പോൾ നമ്മുടെ AC സ്വിച്ച്, ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ വരുന്നത്. AC കൺട്രോൾസ് എല്ലാം അടിപൊളിയാണ്. പിന്നെ നമുക്കിവിടെ ലെഫ്റ്റ് സൈഡിൽ കാണാൻ സാധിക്കുന്ന ഒരു USB-A ടൈപ്പ് ആണ്. അതുപോലെ തന്നെ ഹസാർഡ് സ്വിച്ച് കാണാൻ സാധിക്കും. ഒരു 12 വോൾട്ടിൻ്റെ പവർ ഔട്ട്പുട്ട് സോക്കറ്റ് നമുക്കിവിടെ കാണാൻ സാധിക്കും. തൊട്ട് താഴെ തന്നെ നമുക്കൊരു മൊബൈൽ ഹോൾഡറോ അല്ലെങ്കിൽ നമുക്ക് അവിടെ എന്തെങ്കിലുമൊക്കെ വെറുതെ വെക്കാൻ സാധിക്കും. ഞാനിപ്പോൾ തൽക്കാലം എൻ്റെ മൊബൈലാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ് തൊട്ട് താഴെ നമുക്കൊരു ചാർജിങ് പാഡ് കാണാൻ സാധിക്കും. അതായത് ഒരു വയർലെസ് ചാർജിങ് പാഡ് കാണാൻ സാധിക്കും. ഓൺ ഓഫ് സ്വിച്ച് ഇവിടെ തന്നെയാണ് വരുന്നത്. ഓൺ ആയി കഴിയുമ്പോൾ ഒരു റെഡ് ലൈറ്റ് അവിടെ തെളിഞ്ഞ് നിങ്ങൾക്ക് കാണാം. അത് ഓഫ് ആണെന്നുണ്ടെങ്കിൽ ലൈറ്റ് കെട്ടുപോകുന്നതായിരിക്കും. തൊട്ട് താഴെ തന്നെ 2 കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ഗിയർ ലിവർ നോബ് കാണാൻ സാധിക്കും. ഒരു 80 ട്രാൻസ്മിഷൻ ആണ്, ടോർക്ക് കൺവേർട്ടർ ആണ് വരുന്നത്. ഒരു 6 സ്പീഡ് ടോർക്ക് കൺവേർട്ടർ ആണ് നമുക്കിവിടെ വരുന്നത്. പാർക്ക്, റിവേഴ്സ്, ന്യൂട്രൽ, പിന്നെ മാനുവലായിട്ട് നമുക്ക് വേണമെങ്കിൽ ഷിഫ്റ്റ് ചെയ്യാം. അതിൽ പ്ലസും മൈനസും കൊടുത്തിട്ടുണ്ട്. അത് കഴിയുമ്പോഴത്തേക്ക് ഇവിടെ താഴെ ഒരു ചെറിയ സ്റ്റോറേജ് യൂണിറ്റ് നമുക്ക് കാണാൻ സാധിക്കും. ഒരു ഹാൻഡ് ബ്രേക്ക് കാണാം. അതുപോലെ തന്നെ ഒരു ആംറസ്റ്റ്, അതൊരു അഡ്ജസ്റ്റബിൾ ടൈപ്പ് ആംറസ്റ്റ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സൺ വൈസർ ഇവിടെ കാണാൻ സാധിക്കും. ഗ്ലാസോ കാര്യങ്ങളോ ഒന്നുമില്ല. സൈഡിൽ ഗ്ലാസ് വരുന്നു എന്ന് ഞാൻ വിശ്വസിക്കും. യെസ്, അവിടെ നമുക്കൊരു ഗ്ലാസ് കാണാൻ സാധിക്കും. അത് കിടുവാണ്. അതുപോലെ തന്നെ നമുക്കിവിടെ ലൈറ്റ് വരുന്നുണ്ട്. പക്ഷേ ഇതൊരു ഹാലജനാണ് വരുന്നത്. അത് ഇച്ചിരി മോശമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. 2 മൈക്കിൻ്റെ യൂണിറ്റ്സ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി നമുക്ക് കോ ഡ്രൈവർ സൈഡിലോട്ട് ഇരുന്നിട്ട് എങ്ങനെയുണ്ടെന്ന് ജസ്റ്റ് നോക്കാം. ഓക്കെ, അങ്ങനെ നമുക്ക് കോ ഡ്രൈവർ സൈഡിലൊന്ന് ഇരുന്ന് നോക്കാം. നമ്മളിവിടെ ഇരിക്കുമ്പോൾ ആദ്യം ചെയ്യുന്നൊരു കാര്യമുണ്ട്. നമ്മുടെ ഗ്ലോ ബോക്സ് തുറന്ന് നോക്കും. ഏതായാലും ഗ്ലോ ബോക്സ് തുറന്നിട്ട് എൻ്റെ കാലേ തട്ടുന്നില്ല. കിടുവാണ്. നല്ല രീതിക്കാണ് ബാക്കിലോട്ട് ഇറക്കി ഇട്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നു. അല്ല, സോറി, ഇനി ഒത്തിരി ഇറങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ ഓക്കെ, നല്ല സ്പേഷ്യസ് ആണ്. ഗ്ലോ ബോക്സ് കമ്പാരിറ്റീവ്ലി കുഞ്ഞൻ ഗ്ലോ ബോക്സ് ആണ് നമുക്ക് കിട്ടുന്നത്. അത്രയും വലുതാണെന്ന് പറയാനില്ല, എന്നാലൊരു ആവറേജ് ഓക്കെ സ്പേസ്. പക്ഷേ എനിക്കിവിടെ ഒരു നെഗറ്റീവ് എടുത്ത് പറഞ്ഞേ പറ്റത്തുള്ളൂ. ഇതിൻ്റെ കളറാണ്. അതായത് ഈ വൈറ്റ് തീം ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കും. കാരണം ഇത് ഏകദേശം കുറച്ച് നാളെ ആയിട്ടുള്ളൂ. ഈ വാഹനം ഏകദേശം 16,000 കിലോമീറ്റർ ഓടിയ ഒരു വാഹനത്തിൻ്റെ അവസ്ഥയാണ്. നമ്മളല്ലെങ്കിൽ നല്ല രീതിക്ക് ഇത് മെയിൻറ്റെയിൻ ചെയ്ത് ഓടിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല. കാരണം ഇവിടെ താഴെ ലെതറാണ് വരുന്നത്. ലെതർ കഴിഞ്ഞ് ഇവിടെ മേലോട്ട് വരുന്ന ഒരു ഫാബ്രിക് ടൈപ്പ് മെറ്റീരിയലാണ് വരുന്നത്. സീറ്റിൽ എയർ ബാഗ് വരുന്നത്, അതായത് 6 എയർ ബാഗ് വരുന്ന വാഹനമാണ് ഇത്. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻസേർട്ട്, പിന്നെ ഇവിടെ ഒരു ചെറിയൊരു ഇൻസേർട്ട് ഉണ്ട്. അവിടെ നമുക്ക് ഫോണോ ഒന്നും വെക്കാൻ പറ്റില്ല. എനിക്കൊന്നൊരു പേനയൊക്കെ വേണമെങ്കിൽ വെക്കാൻ പറ്റുന്നൊരു രീതിക്ക് ഒരു ഇൻസേർട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. വലിയ കുഴപ്പമില്ല. പിന്നെ ചെറിയൊരു പോക്കറ്റ് ഏരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്തിനാണെന്ന് എനിക്കറിയില്ല, എന്നാലും ചെറിയൊരു പോക്കറ്റ് ഏരിയ ഉണ്ട്. വലിയ ഗുണമൊന്നും ഇല്ലെന്ന് തോന്നുന്നു. അത് എൻ്റെ ഒരു കൺസേൺ ആണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് കൂടെ ഒന്ന് കൊടുത്തേക്കുക. ഏതായാലും ഇവിടെ ഇരുന്നിട്ട് സംഗതി അടിപൊളിയാണ്. പിന്നെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം ഒക്കെ എനിക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും. ഓവറോൾ ഓക്കെ. ഇനി നമുക്ക് ബാക്കിലും കൂടെ ഒന്ന് ഇരുന്ന് നോക്കാം. ഓക്കെ, അങ്ങനെ നമുക്ക് റിയർ സീറ്റിലോട്ടൊന്ന് ഇരിക്കാം. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വാഹനത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ റിയർ സീറ്റ് തന്നെയാണ്. അപ്പം എനിക്ക് തോന്നുന്നു ഇത് ശരിക്കും ഒരു ലക്ഷറസ് പർപ്പസ് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ഞാനത് കൂട്ടി അല്ലെങ്കിൽ ഇച്ചിരി പൊക്കി പറയുന്നതായിട്ട് കൂട്ടണ്ട. ഞാൻ ഈ ഒരു സീറ്റ് ഇട്ടൊരു ലെങ്ത് നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. എനിക്ക് എങ്ങനെ കാല് നീട്ടി വെക്കാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ലെഗ് റൂം നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് അവിടെ നിന്ന് കാണാൻ സാധിക്കും. നല്ല രീതിക്ക് എനിക്ക് കാല് വെക്കാനും അല്ലെങ്കിൽ ആ ഒരു കംഫോർട്ടായിട്ട് ഇരിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പോസിറ്റീവ് സൈഡ്. അത് മാത്രമല്ല, നമുക്ക് ഈ ഒരു സൈഡ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കും. വേണ്ട ഇവിടെ തൈ സപ്പോർട്ട് നമുക്ക് 3 സ്റ്റേജ് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ അതുപോലെ ഞാൻ ഇവിടെ 1 2 3 3 സ്റ്റേജ് അഡ്ജസ്റ്റബിൾ തൈ സപ്പോർട്ട് എനിക്കിവിടെ കിട്ടുന്നുണ്ട്. അതൊരു
അഡ്വാൻറ്റേജ് ആണ്. അത് മാത്രമല്ല, എനിക്ക് ഈ പുറയിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോണം, ഇവിടെ എനിക്ക് കിട്ടുന്ന ഒരു ഹെഡ് റെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുഖമായിട്ടൊന്ന് ഉറങ്ങി യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു ഫീലാണ് ശരിക്കും പറഞ്ഞാൽ കിട്ടുന്നത്. എനിക്കത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം നമ്മുടെ തല ഇങ്ങോട്ടൊക്കെ ഇട്ട് തട്ടിയാലോ, അതായത് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒലഞ്ഞെന്ന് പറഞ്ഞാലും നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് ഇവിടെ ഫീൽ ചെയ്യുന്നില്ല. അതൊരു വലിയൊരു പോസിറ്റീവ് സൈഡ് തന്നെയാണ്. ബാക്കിലാണുള്ളൊരു ബോട്ടിലൊക്കെ നമുക്ക് സുഖമായിട്ട് വെക്കാൻ സാധിക്കും, വലിയ കുഴപ്പമില്ല. പവർ വിൻഡോയുടെ സ്വിച്ച് എനിക്ക് ഇവിടെ കാണാൻ സാധിക്കും, ലോക്ക് സ്വിച്ച് കാണാൻ സാധിക്കും, ഒരു റെയിലും കാണാൻ സാധിക്കും, അതായത് എനിക്ക് കൈ പിടിക്കാൻ വേണ്ടി റെയിലും കാണാം. പിന്നെ ലൈറ്റ് എനിക്ക് ഇപ്പോഴും ഇവിടെ ഒരു നെഗറ്റീവായിട്ട് ഞാൻ പറയത്തുള്ളൂ, LED കൊടുത്തില്ല. LED കൊടുക്കാമായിരുന്നു, സ്കൂപ്പ് ഡിസൈൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു സ്കൂപ്പിൻ്റെ പോലും ആവശ്യമില്ല, കാരണം അത്രയും കൂടെ ലെഗ് റൂം ഇല്ല. തൈ സപ്പോർട്ട് ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്നത് കുറച്ച് പൊക്കമുള്ള ആൾക്കാർക്കൊക്കെ ആയിരിക്കും, പക്ഷേ നമുക്കൊന്നും അതിൻ്റെ ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് 2 AC വെന്റ് കാണാൻ സാധിക്കും. ജസ്റ്റ് ബ്ലോവേഴ്സ് മാത്രമാണ്, ഫ്രണ്ടിലത്തെ ബ്ലോവറിൻ്റെ സപ്പോർട്ട് എടുത്ത് വർക്ക് ചെയ്യുന്നതാണ്. നമുക്ക് ഓണോ ഓഫ് നമുക്ക് ഇവിടെ തന്നെ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ താഴെ 2 USB-A ടൈപ്പാണ് വരുന്നത്. അത് കുറച്ച് മോശമായി. ഇപ്പോൾ USB-Cയുടെ കാലമായി, ഇനി C മാറ്റി പിടിക്കുക അല്ലെങ്കിൽ ഇനി ആൾക്കാരൊന്നും എടുക്കാതെ ആകും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. 2 സൈഡിൽ എന്തെങ്കിലുമൊക്കെ കുത്തിക്കയറ്റി വെക്കാൻ പറ്റുന്ന സാധനങ്ങൾ, അല്ലെങ്കിൽ ഒരു മാഗസിൻ ഹോൾഡേഴ്സോ അങ്ങനെ വല്ല നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇതൊരു 60-40 സീറ്റ് അല്ല, പക്ഷേ നമുക്കിവിടെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് വേണമെങ്കിൽ പറയാൻ സാധിക്കുന്ന ഒരു കാര്യം, നമുക്ക് കൈയൊക്കെ വെച്ച് ഒന്ന് യാത്ര ചെയ്യാൻ സാധിക്കും. അടിപൊളിയല്ലേ? അതുപോലെ തന്നെ ഞാൻ നേരത്തെ ബൂട്ട് കാണിച്ച സമയത്ത് ബൂട്ടിൻ്റെ സ്പേസ് 470 ലിറ്റർ കിട്ടുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിക്ക് നമുക്ക് സാധനം ഇതിനകത്ത് കൊള്ളുന്നതാണ്. അതൊരു അഡ്വാൻറ്റേജ് സൈഡാണ്. കാരണം നമുക്ക് അത്തരം സാധനങ്ങൾ കയറുന്നുള്ളതുകൊണ്ട് ഇത് മടക്കിയിടേണ്ട പോലെ ആവശ്യം വരുന്നില്ല. ഇനി നിങ്ങൾക്ക് മടക്കിയിടണമെന്നുണ്ടെങ്കിൽ തന്നെ ഇത് ഫുള്ളായിട്ട് ഫോൾഡ് ചെയ്ത് വെക്കാൻ സാധിക്കത്തുള്ളൂ. ഇനി നമുക്ക് നമ്മുടെ എഞ്ചിൻ റൂം ഒന്ന് കണ്ടാലോ. ഇതിൻ്റെ ഒരു വെറൈറ്റി ഞാൻ പറഞ്ഞുതരാം. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ലോഗോ ഡിസൈൻ ഇവിടെ വരുന്നുള്ളതുകൊണ്ട് നമുക്ക് ഈ ഒരു ഭാഗത്ത് കൈയിട്ട് ഒന്ന് തുറക്കാൻ ചെറിയ രീതിക്ക്, അതായത് ആദ്യത്തെ ഒരു ചെറിയ ബുദ്ധിമുട്ട് വരും. കാരണം ഈ ഒരു പോർഷൻ ഇതാണ് നമുക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടി തട്ടേണ്ടി വരുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഓപ്പൺ ചെയ്തു. അത് കഴിയുമ്പോഴത്തേക്ക് ഹുഡ് സ്റ്റേ വെച്ചു. ഇപ്പം നമുക്ക് കാണാൻ സാധിക്കുന്ന ഇതൊരു 3 സിലിണ്ടർ 1.2 ലിറ്റർ ടെർബോ ചാർജ്ഡ് എഞ്ചിനാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഏതായാലും ഈ ഒരു വാഹനത്തിന് 2 എൻജിൻസ് അവൈലബിൾ ആണ്. രണ്ടും 1.2 തന്നെയാണ്, രണ്ടും 3 സിലിണ്ടറാണ്. പക്ഷേ ഒന്ന് നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിനും ഒന്ന് വരുന്ന ടെർബോ ചാർജ്ഡ് എഞ്ചിനാണ് നമുക്ക് കിട്ടുന്നത്. നമുക്കിതിൽ 110 PS പവറും 190 Nm ടോർക്കുമാണ് ഈ ഒരു എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ശരിക്കും 2 വേരിയൻസിൽ അവൈലബിൾ ആണ്. ഒരു മാനുവൽ 6 സ്പീഡും അവൈലബിൾ ആണ്, ഒരു ടോർക്ക് കൺവേർട്ടർ വരുന്ന ഓട്ടോമാറ്റിക്, അതായത് ഒരു AT വേരിയൻറ്റിലും നമുക്കിത് അവൈലബിൾ ആണ്. ഏതായാലും നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളൊരു AT വേരിയൻ്റ് ആണ്. ഈ ഒരു വേരിയൻറ്റ് നമുക്കൊന്ന് ഓടിച്ച് നോക്കാം. ഏതായാലും എനിക്ക് ഈ വാഹനം ഒരുപാട് ഇഷ്ടപ്പെട്ടത്, നിങ്ങൾക്കിപ്പോൾ ഇതിൻ്റെ എൻജിൻ റൂം വളരെ കൃത്യമായിട്ട് കാണാൻ സാധിക്കും. ഇതിൻ്റെ ഓരോന്നും ഇഗ്നൈറ്റേഴ്സാണ്. 1, 2, 3 ഇഗ്നൈറ്റർ വരുന്നുണ്ട്. ഇതാണ് കോമൺ റെയിൽ, അതായത് ഹൈ പ്രഷർ പെട്രോൾ കൊടുക്കാൻ വേണ്ടിയുള്ള, ഇതിലെ ഇഞ്ചക്ഷൻ ചെയ്യാൻ വേണ്ടിയുള്ള ഇഞ്ചക്ഷൻ ലൈൻസ് ആണ് ഈ കൊടുത്തിരിക്കുന്ന 3 ലൈൻ ഇഞ്ചക്ടേഴ്സും ഇതിനകത്ത് വരുന്നുണ്ട്. ഏതായാലും സംഗതി കാണുമ്പോൾ അറിയത്തില്ല, കിടുവല്ലേ. ഈ ഒരു വാഹനത്തിൻ്റെ മൈലേജിന് പലർക്കും സംശയം കാണും. ഇതിൻ്റെ മാനുവൽ വെർഷൻ, അതായത് ഒരു 1.2 ലിറ്റർ 3 സിലിണ്ടർ നാച്ചുറലി ആസ്പിറേറ്റഡ് വാഹനത്തിന് ഏകദേശം 18.9 മൈലേജ് കമ്പനി പറയുന്നുണ്ട്. എന്നാൽ അതേ സ്ഥാനത്ത് ഒരു ടെർബോ ചാർജ്ഡ് ഓട്ടോമാറ്റിക് വാഹനത്തിനാണെങ്കിൽ നമുക്ക് 19.6 കിലോമീറ്റർ മൈലേജും പറയുന്നുണ്ട്. പക്ഷേ ഇതൊന്നും നിലവിൽ നമുക്കൊരു പ്രസൻറ്റ്ലി കിട്ടുമോ എന്ന് ചോദിച്ചാൽ കഴിഞ്ഞാൽ പാടായിരിക്കും. കാരണം ഞാൻ ഈ ഒരു വാഹനം ഓടിച്ചപ്പോഴത്തേക്കും ടെർബോയും കൂടെ ആയതുകൊണ്ട് നമ്മൾ കാല് കൊടുത്ത് ഓടിക്കുന്ന രീതി വെച്ച് നോക്കുമ്പോൾ മൈലേജ് ശരിക്കും നല്ല കുറവ്. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 15 വരെ, അല്ലെങ്കിൽ ഒരു 11 തൊട്ട് 15 വരെ നമുക്ക് മൈലേജ് കിട്ടാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഏതായാലും ഇനി നമുക്കൊരു ഡ്രൈവ് വീഡിയോ കൂടെ എടുക്കാം. ഞാൻ ഏകദേശം ഒരു 12 കിലോമീറ്റർ മാത്രമേ ഈ ഒരു വാഹനം ഓടിച്ചിട്ടുള്ളൂ. ബാക്കി കൂടെ നമുക്കൊന്ന് ഡ്രൈവ് ചെയ്ത് നോക്കാം. ഓക്കെ, അങ്ങനെ നമുക്ക് ഈ വാഹനം ഒന്ന് ഡ്രൈവ് ചെയ്ത് നോക്കിയാലോ. ഞാൻ ഏതായാലും P മോഡിലിട്ട് വാഹനം സ്റ്റാർട്ട് ചെയ്തു. ലൈറ്റ്സ് എല്ലാം ഓഫാണ്. ഡ്രൈവ് മോഡിലോട്ട് ഇടുന്നു. നമ്മളിതേ പോകുന്നു. ഓക്കെ, അപ്പം AC ഞാൻ ഏതായാലും ഓട്ടോയിലോട്ട് ഇടാം. ഒരു 18-20 സെറ്റ് ചെയ്തിട്ടേക്കാം. ഓ, വാഹനത്തിൻ്റെ ബൂട്ട് ഓപ്പൺ ആണ്. അപ്പോൾ ഇതിന് സൺറൂഫോ കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ ബൂട്ട് ഓപ്പൺ ആണെന്നുള്ളത് പറയുന്നുണ്ട്. മക്കളെ, ബൂട്ടടച്ചോ. അപ്പോൾ ഞാൻ ഏതായാലും P മോഡിലോട്ട് ഇട്ടു. ബൂട്ടടച്ചും വരാം. പിന്നെ അതുപോലെ ഇതിന് ഇൻ്റഗ്രേറ്റഡ് ആയിട്ടൊരു അൺലോക്ക് ബട്ടൺ വരുന്നില്ല. നമുക്ക് ഈ ബട്ടൺ തന്നെയാണ് നമുക്ക് അൺലോക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യേണ്ടത്. ഇത് തന്നെ ലോക്ക്, അൺലോക്ക്. ഓക്കെ, അപ്പോൾ ഞാൻ അൺലോക്ക് ചെയ്ത് വെച്ചും വരാം. അയ്യോ സോറി, എൻ്റെ മിസ്റ്റേക്കാണ്. അത് ഡോർ ഓപ്പണിൻ്റെ അല്ലായിരുന്നു, അത് സീറ്റ് ബെൽറ്റിൻ്റെ വാർണിംഗ് ലൈറ്റ് ആയിരുന്നു. അപ്പം ഞാൻ പോയി സീറ്റ് ബെൽറ്റ് കുത്തിയേച്ചും വരാം കേട്ടോ. എൻ്റെ മിസ്റ്റേക്കാണ്, വെരി സോറി. ഡോറ് തുറക്കുകയാണെങ്കിൽ ഇതുപോലൊരു വലിയ എഴുത്താണ് കാണിക്കുന്നത്, ഡോർ ഓപ്പൺ. ആദ്യത്തിൻ്റെ ഡോറും തുറന്നേ, കണ്ടോ, ഡോർ ഓപ്പൺ ആണ്. ആദ്യത്തിൻ്റെ ഡോർ അടച്ചേ, യെസ്, ഞാനും അടച്ചു. അപ്പോൾ സീറ്റ് ബെൽറ്റിൻ്റെ വാർണിംഗ് ലൈറ്റാണ് കാണിക്കുന്നത്. ഞാൻ ഏതായാലും പോയി സീറ്റ് ബെൽറ്റ് ഇടട്ടെ. അപ്പോൾ അതെ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഈ ഒരു സീറ്റ് ബെൽറ്റ്
ഊരിക്കിടന്നതിൻ്റെയാണ് കേട്ടത്. അപ്പോൾ സീറ്റ് ബെൽറ്റ് ഞാൻ ഏതായാലും ഒന്ന് പ്ലഗ് ചെയ്തിട്ടതാണ്. ഓക്കെ, അത് പ്ലഗ് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി പ്രശ്നമില്ല. ഇനി നമുക്ക് യാത്ര പോയാലോ? ഓക്കെ, ഇതിനാദ്യം നമുക്ക് ഹിൽ ഹോൾഡ് ഫീച്ചർ വരുന്നുണ്ട്. അത് അസിസ്റ്റ് മാത്രമാണോ അതോ ശരിക്കുള്ള ഹിൽ ഹോൾഡ് ആണോ എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഡ്രൈവ് മോഡ് ഇട്ടു, ഞാൻ എടുക്കുകയാണ്. പിന്നെ പൊതുവേ ഈ വാഹനത്തിനെ കുറിച്ച് എല്ലാവരും പറയുന്ന ഒരു കാര്യം, ഇതിൻ്റെ സസ്പെൻഷൻ സൈഡ് നല്ല അടിപൊളിയാണെന്നാണ് പറയുന്നത്. അതിപ്പം ഈ ഒരു ചാട്ടം ഇപ്പം നമ്മൾ സ്ഥിരം കുറേ വാഹനങ്ങൾ ഇതിലെ ഇങ്ങനെ ചാടി നമ്മളിപ്പം ഞാൻ മെയിനായിട്ട് ഒരു റൂട്ട് തന്നെ ഡ്രൈവ് ചെയ്യുന്നതിൻ്റെ കാര്യം എന്നാന്ന് ചോദിച്ചാൽ, നമുക്ക് പല വാഹനങ്ങളും അതിലേ തന്നെ ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഡിഫറൻസ് വളരെ കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഒരേ റൂട്ട് തന്നെ ഓടിക്കാൻ ശ്രമിക്കുന്നത്. അപ്പം ഗട്ടേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഓരോ വാഹനത്തിലും മനസ്സിലാക്കുന്ന കാര്യങ്ങളും എല്ലാം കൃത്യമായിരിക്കും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ സ്ഥിരം റൂട്ട് തന്നെ പിടിക്കുന്നതിൻ്റെ കാര്യം. ഏതായാലും പവർ വൈസ് കാല് കൊടുത്തു കഴിഞ്ഞാൽ പൊളിയാണ്. 1.2 ലിറ്ററാണ്, 3 സിലിണ്ടറാണ്, പക്ഷേ അടിപൊളിയാണ്. പക്ഷേ ടോർക്ക് കൺവേർട്ടറിൻ്റേതായ ഒരു ലാഗ് എവിടേക്കോ എനിക്ക് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. അത് ശരിക്കും പറയാതിരിക്കാനും പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ പോവുകയാണ്. ശരിക്കും എനിക്ക് ആ ഒരു ടെർബോയുടെ ലാഗ് ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യം പറയാൻ പറ്റാത്ത, ഇതൊരു 80 ആയതുകൊണ്ടും ആ ഒരു ലാഗ് നോർമലി നമുക്ക് വരുന്നതാണ്. ഇപ്പം ഞാനൊരു കയറ്റം കയറി, ഞാൻ ഇവിടെ ഒന്ന് ബ്രേക്ക് അപ്ലൈ ചെയ്യാണ്. ഞാൻ ബ്രേക്ക് അപ്ലൈ ചെയ്തു. ഓക്കെ, ഇനി ഞാൻ ബ്രേക്ക് ചെയ്യുന്ന കാലെടുക്കുകയാണ്. ഇനി വാഹനം ഓഫ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കാം. വാഹനത്തിന് ബ്രേക്ക് ചെയ്യുന്ന കാലെടുത്ത് അയ്യോ ദേ പോകുന്നു. അപ്പോൾ ഇത് ഹിൽ ഹോൾഡ് അസിസ്റ്റ് മാത്രമേ ഉള്ളൂ. ഹിൽ ഹോൾഡ് എന്നാണ് ഞാൻ വായിച്ചത്. അപ്പോൾ ഒന്നുകൂടെ ഞാൻ കാലെടുക്കുന്നു. 1, 2, 3. യെസ്, നോർമലി 3 സെക്കൻഡ് ഹിൽ ഹോൾഡ് അസിസ്റ്റ്, അതാണ്. അപ്പോൾ ഞാൻ ഏതായാലും ഈ റൂട്ട് തന്നെ, നമ്മുടെ സ്ഥിരം റൂട്ട് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാൻ സാധിക്കും. പല വാഹനങ്ങളുടെയും ടെസ്റ്റ് ഡ്രൈവ് ഞാൻ ഈ ഒരു റൂട്ട് തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ എനിക്ക് ഇവിടെ അത്യാവശ്യം സസ്പെൻഷൻ്റെ സൈഡ് കൃത്യം പറയാൻ സാധിക്കും. ഫ്ലൈയിങ് കാർപ്പറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇവരുടെ സസ്പെൻഷൻ്റെ സൈഡ് ഇവർ പറയുന്നത്. അതുപോലെ സ്മൂത്ത് ആയിരിക്കും എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഞാൻ നോക്കിയെടുത്തോളം ഒരു ആവറേജ്, അതായത് ഒരു നോർമൽ രീതി തന്നെയാണ്. സാധാരണ വാഹനത്തിനെ അപേക്ഷിച്ച് എന്തോ ഒരു ചെറിയൊരു മാറ്റം ഉണ്ടെന്നല്ലാതെ ഭയങ്കര ഒരു ഗുമ്മൊന്നും പറയാൻ എനിക്ക് തോന്നിയിട്ടില്ല, ടു ബി വെരി ഫ്രാങ്ക്. കാരണം എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യമാണ് ഞാനിപ്പോൾ ഷെയർ ചെയ്യുന്നത്. ഏതായാലും നമ്മുടെ നല്ല ഗട്ടറുള്ള റോഡിലും കൂടെ ഒന്ന് ഓടിക്കാം. കാരണം ഇതിലെല്ലാം ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ഞങ്ങളുടെ ഒരു പഴയ ടെസ്റ്റ് ഡ്രൈവ് റൂട്ടാണ്. ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഓരോ കംപ്ലയിൻറ്റ്സ് കണ്ടുപിടിക്കാനും സൗണ്ടൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കാനൊക്കെ വന്നുകൊണ്ടിരുന്ന റൂട്ട്സാണ്. കയറ്റം കയറുന്ന സമയത്തും നല്ല സ്പീഡിലൊക്കെ പോകാൻ വേണ്ടി ആ റോഡും എല്ലാം എടുത്തുകൊണ്ടിരുന്ന ഒരു വഴിയാണ്. ആ റോഡിൽ തന്നെ ഇപ്പോഴും എനിക്ക് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് പഴയ നൊസ്റ്റാൾജി ഇങ്ങനെ കയറി വരിക കേട്ടോ. അങ്ങനെ നമ്മൾ പതുക്കെ മെയിൻ റോഡിലോട്ട് കയറാൻ പോവുകയാണ്. ഓ, ആരാ വരുന്നേ? അതുപോലെ തന്നെ നമുക്ക് റിവേഴ്സ് ക്യാമറയുടെ ക്ലാരിറ്റി കാണാം. ഒരു ഓക്കെ ക്ലാരിറ്റി തന്നെയാണ്, വലിയ കുഴപ്പമൊന്നും പറയാനില്ല. നമുക്ക് ഏതായാലും ബമ്പേഴ്സ് കാണാൻ പറ്റുന്നതിന് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. പക്ഷേ ഇത് കുഴപ്പം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സ്ക്രീനായിട്ട് വരുന്നുണ്ട്, പക്ഷേ ചെറിയ രീതിയിൽ നമുക്ക് അതിൻ്റെ ഡിസ്പ്ലേ വരുന്നുള്ളൂ. അതെനിക്കൊരു ഡ്രോബാക്കായിട്ട് തോന്നി കേട്ടോ. വേറെ സെറ്റിങ്സ് ഒന്നും കണ്ടില്ല. ഇനി ഇത് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതാരെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റും കൂടി ഇട്ടേക്കുക. നിങ്ങളിൽ ആരെങ്കിലും, ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ബസാൾട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ സജഷൻസും കൂടെ ഒന്ന് പറഞ്ഞേക്കുക. കാരണം ഈ വാഹനം ഞാൻ അധികം യൂസ് ചെയ്തിട്ടില്ല. ബാക്കിയുള്ള വാഹനങ്ങളൊക്കെ നമ്മൾ പിന്നെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ യൂസ് ചെയ്യുന്നു, ഡ്രൈവ് ചെയ്യുന്നു ഒക്കെ ചെയ്യുന്നതാണ്. പക്ഷേ ഈ ഒരു വാഹനം അങ്ങനെ യൂസ് ചെയ്യുന്നൊരു വാഹനമല്ല. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ്, എൻ്റെ ഒരു എക്സ്പീരിയൻസും കൂടെയാണ് ഞാൻ ഇതിനകത്ത് കൂടുതലും ഷെയർ ചെയ്യുന്നത്. നിങ്ങളുടെ അഭിപ്രായം കൂടെ എനിക്ക് അത്രയും വിലപ്പെട്ടതാണ്. നിങ്ങളുടെ അഭിപ്രായം കൂടെ ജസ്റ്റ് പറയുക. നിങ്ങൾ ഈ വാഹനം യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ്, നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ, എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക. അതിപ്പം ബാക്കിയുള്ളവരുമായിട്ട് എനിക്കും, അല്ലെങ്കിൽ ഇത് ബാക്കിയുള്ളവർക്കും കാണുമ്പോൾ ഇങ്ങനെ ഇഷ്യൂസ് ഉണ്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ നല്ല സൈഡ് ഇതാണെന്നും കൂടെ ഉള്ളൊരു കാര്യം എല്ലാവർക്കും മനസ്സിലാകുന്നതായിരിക്കും. ഇനി നമുക്കൊരു മോശപ്പെട്ട വഴി കൂടെ ഒന്ന് കയറി നോക്കാം. നമ്മുടെ സ്ഥിരം റൂട്ട് തന്നെ ഒന്ന് കയറാം. കുറച്ച് മഴയൊക്കെ പെയ്ത് അവിടെ കുളമായിട്ട് കിടപ്പുണ്ടായിരിക്കും, എന്നാലും കുഴപ്പമില്ല. കറക്റ്റ് ഒരു റിവ്യൂ കൂടെ ഞാൻ കറക്റ്റ് പറഞ്ഞുതരാം എങ്ങനെയുണ്ട് നമ്മുടെ മോശപ്പെട്ട വഴിയിൽ ഈ വാഹനം ഓടിക്കുന്നത്. ഏതായാലും ഓവറോൾ എനിക്ക് ഈ വാഹനം ഓക്കെ ആയിട്ടാണ് തോന്നിയത്. ഫ്രണ്ടിൽ നമുക്ക് ബ്രേക്ക് ഡിസ്കും ബാക്കി ഡ്രമ്മും ആണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത്. ഏതായാലും നമ്മുടെ വഴി കയറുകയാണ്. യെസ്, ABS ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ, നന്നായിട്ട് എനിക്കത് ഫീൽ ചെയ്യും. ശരിക്കും പലർക്കും സംശയമുള്ളൊരു കാര്യമാണ്, ABS വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബ്രേക്ക് പെഡൽ വൈബ്രേറ്റ് ചെയ്യുന്നു, ഫ്രണ്ടിൽ നിന്നൊരു വൈബ്രേഷൻ സൗണ്ട് എൻ്റെ വാഹനത്തിനുണ്ടെന്നൊക്കെ. അത് ശരിക്കും ഒരു ABS വർക്കിംഗ് ആണ്, പേടിക്കേണ്ട കേസ് ഒന്നും തന്നെ ഇല്ല.
യെസ്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സസ്പെൻഷൻ കൊള്ളാം. എനിക്ക് ആ വഴി അതുപോലെ മോശപ്പെട്ടതായതുകൊണ്ടാണ് ഇതിലേക്ക് ഞാൻ സ്ഥിരം വേറെ വാഹനങ്ങളായിട്ട് വരുന്ന സമയത്ത് എനിക്ക് കിട്ടുന്ന ആ ഒരു ഫീല് ഇവിടെ ശരിക്കും എനിക്ക് അറിയാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ശരിക്കും വാഹനത്തിനകത്ത് ഇരിക്കുമ്പോഴത്തേക്കും ഒരു കൺട്രോൾ, അല്ലെങ്കിൽ അത്രയും ഒലച്ചിലും ഇല്ല, എന്നാൽ നല്ല രീതിക്ക് സസ്പെൻഷൻ വർക്കിങ്ങിൻ്റെ ഫീലും കിട്ടുന്നുണ്ട്. അതായത് സ്മൂത്താണ് നമുക്ക് വാഹനത്തിനകത്ത് ഇരിക്കാൻ. ഭയങ്കര സ്മൂത്ത് എന്ന് ഞാൻ പറയുന്നില്ല, എന്നാൽ ബാക്കി ഇതുവരെ ഞാൻ ഓടിച്ച വാഹനങ്ങളൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സസ്പെൻഷൻ റിലേറ്റഡ് ആയിട്ട് കുറേ കൂടെ സ്മൂത്താണ്. അതായത് സസ്പെൻഷൻ നല്ല സ്മൂത്തായിട്ട് തന്നെ ഈ വാഹനത്തിൽ കൺസ്ട്രക്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. കൊള്ളാം, കിടുവാണ്. പക്ഷേ ഫീച്ചേഴ്സ് ഇനിയും ഒരുപാട് നന്നാകാനുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ഇനിയും ഫീച്ചേഴ്സ് അപ്ഡേറ്റ് ചെയ്യാനുണ്ട്. അതായത് പുഷ് സ്റ്റാർട്ടോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. സൺറൂഫ് പിന്നെ ഞാൻ പറയുന്നില്ല, സൺറൂഫൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പക്ഷേ നമുക്ക് ബേസിക്കായിട്ട് ഇപ്പോൾ ഒരു ടോപ്പ് വേരിയൻ്റ് വാഹനം എടുക്കുന്ന ഒരു വ്യക്തി ആഗ്രഹിക്കുന്ന കുറേ കാര്യങ്ങൾ കാണുമല്ലോ, അതൊക്കെ എവിടേക്കോ മിസ്സായി പോയിട്ടുണ്ടോ എന്നുള്ളൊരു ഡൗട്ട് എനിക്ക് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അത് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. ബാക്കി ഓവറോൾ എല്ലാം കൊണ്ടും ഓക്കെ തന്നെയാണ്. ഞാൻ ഏതായാലും ഈ വാഹനത്തിൽ സാറ്റിസ്ഫൈഡ് ആണ്. പക്ഷേ ഞാൻ ഈ പറഞ്ഞൊരു ഫീച്ചേഴ്സ് അതൊരു കാര്യമാണ്. കാരണം ഇത്രയും രൂപ മുടക്കുമ്പോൾ ഇതിൻ്റെ ഒരു ബേസ് വേരിയൻറ്റ് വരുന്ന സമയത്ത് 10,21,000 രൂപ നമ്മൾ മുടക്കുമ്പോൾ ആ മുടക്കുന്ന മുതലിന് നമുക്ക് വേറെ ഒരു വേരിയൻറ്റ് മേടിച്ചൂടെ, അല്ലെങ്കിൽ വേറൊരു സെഗ്മെൻറ്റിലോട്ട് മാറിക്കൂടെ എന്ന് നമുക്കൊരു ചിന്ത വരും. കാരണം ടോപ്പ് വേരിയൻറ്റ് വരുമ്പോൾ ഏകദേശം 16 ലക്ഷത്തി സംതിങ് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു റേഞ്ച് നമ്മൾ മുടക്കിയാൽ അതിൻ്റേതായ ബെനിഫിറ്റ് ഉണ്ടോ എന്ന് ചോദിക്കുന്ന പോലെ ഒരു ഫീൽ. പിന്നെ പ്രത്യേകിച്ച് ഒരു ടെർബോ ചാർജർ വാഹനമാണ്. 1 ലിറ്ററാണ് നമ്മൾ പൊതുവേ കണ്ടിരിക്കുന്ന ടെർബോ ചാർജർ വാഹനങ്ങൾ മിക്കതും വരുന്നത്. പക്ഷേ ഇതൊരു 1.2 ലിറ്റർ ടെർബോ ചാർജർ എഞ്ചിനാണ്. അതുകൊണ്ട് കുറച്ചുകൂടെ ഒരു പിക്കപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ചുകൂടെ കൂടുതൽ ഫീൽ ചെയ്യും ഈ ഒരു വാഹനം നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോഴത്തേക്ക്. അതൊരു പോസിറ്റീവ് സൈഡ് തന്നെയാണ്, നമുക്കത് എടുത്ത് പറയാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. പിന്നെ നിങ്ങൾക്ക് ഈ വാഹനത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ, ഇതിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസ്, ഇതിൻ്റെ ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ, ഇതിൻ്റെ അവൈലബിലിറ്റിയും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇവരുടെ കോൺടാക്ട് നമ്പറും കൂടെ കൊടുത്തേക്കാം. EVM-ൻ്റെ തന്നെയാണ്. അപ്പോൾ സിട്രോണിൻ്റെ അവരുടെ എന്ത് ഡീറ്റെയിൽസ്, ഈ വാഹനത്തിൻ്റെ മാത്രമല്ല ഇവരുടെ തന്നെ വേറെ ഏത് വാഹനത്തിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അതൊന്ന് വിളിച്ച് എൻക്വയറി നടത്താൻ സാധിക്കുന്നതാണ്. ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവർ തരുന്നതായിരിക്കും.